പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നതോർത്ത്, അതിശയകരമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ട് അല്പസമയം കൂടെ നമ്മളെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ മാറോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന, നമ്മളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന, നമ്മുടെ അപ്പനേക്കാളും നമ്മുടെ അമ്മയെക്കാളും നമ്മുടെ സഹോദരങ്ങളെക്കാളും അധികമായി നമ്മളെ കരുതുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ നല്ല കർത്താവിനെ സന്തോഷത്തോടെ അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളോടുള്ള ദയ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ ആയിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനം 7-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയായ യഹോവയെ കർത്താവിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ സ്തോത്രം പാടും. ഈ പ്രഭാതത്തിൽ നമുക്ക് ആ നല്ല കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാം. ആ കൈകൾ ഉയർത്തി ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഒന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിനോട് അങ്ങ് നല്ലവനാണ്, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, അങ്ങേ പോലെ മറ്റാരുമില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എമ്പാടും ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാം. അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും ഈ ലോകത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നതായ ചലഞ്ചസുകളും കർത്താവെ അങ്ങേക്ക് അറിയാം. ഇന്ന് പകൽ അങ്ങനെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് നീട്ടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആശ്വാസം കൊടുക്കുന്ന കർത്താവിന് സ്തോത്രം, സമാധാനം കൊടുക്കുന്ന കർത്താവിന് സ്തോത്രം, സൗഖ്യം കൊടുക്കുന്ന കർത്താവിന് സ്തോത്രം. അപ്പാ, ഇന്ന് പകൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇന്ന് പകൽ അവർ ആശ്വാസം അനുഭവിക്കട്ടെ, അവർ സമാധാനം അനുഭവിക്കട്ടെ. രോഗങ്ങൾ അവരുടെ നടുവിൽ നിന്ന് മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ ടെസ്റ്റുകളും നോർമലാകട്ടെ. പ്രത്യേകിച്ച് ബയോപ്സി ചെയ്യുന്നവരുണ്ടാകാം, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നവരുണ്ടാകാം, സ്കാനിങ്ങുകൾ ചെയ്യുന്നവരുണ്ടാകാം. കർത്താവേ, എന്തൊക്കെ ടെസ്റ്റുകൾ ഇന്ന് അവരുടെ മേൽ സംഭവിച്ചാലും അതെല്ലാം നോർമലായി തീരട്ടെ. ഒരു രോഗമുണ്ടെന്നുള്ള വാർത്തയല്ല, ഗുഡ് ന്യൂസുകൾ ഹോസ്പിറ്റലുകളിൽ നിന്ന്, ലബോറട്ടറികളിൽ നിന്നൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വരട്ടെ. ഗുഡ് ന്യൂസുകൾ മാത്രം വരട്ടെ. ദൈവിക ഇടപെടൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ജോയിൻറ്റ് പെയിനുകളാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഡിപ്രഷനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ഡിപ്രഷൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. എല്ലാ ഡിപ്രഷനുകളും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതത്താൽ തൻ്റെ മക്കൾ നിറയുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക വിടുതലിനാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ജോലിയില്ലാതെ കുടുംബത്തിൽ ആർക്കും ജോലിയില്ലാതെ, ഫാദറിനില്ല, മദറിനില്ല, കുഞ്ഞുങ്ങൾക്കില്ല, ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിലേക്ക് ദൈവിക അത്ഭുതം ഇറങ്ങട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങട്ടെ. അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നതിനായിട്ട് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാര്യ എപ്പോഴും കലമ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഭർത്താവ് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവ് ബിസിനസ് ചെയ്യുന്നവർ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ, അവർക്ക് മുന്നേറ്റം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിനകത്ത് അഭിവൃദ്ധികൾ കൊടുക്കണം. കർത്താവ് ഫർദർ സ്റ്റഡീസിനും റിസൾട്ടിനും വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മേലും കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട്
നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ കർത്താവ് സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ഒരാൾ പോലും മിസ്സായി പോകരുത് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഓരോ മീറ്റിങ്ങുകളും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്നത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്, മറന്നു പോകരുത് കേട്ടോ. ഇപ്പം തന്നെ മൊബൈലിനകത്ത് ഒരു റിമൈൻഡർ വെച്ചിട്ട് ഇന്ത്യൻ സമയം 9:30 വെച്ചിട്ട് പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം, അത് ഷെയർ ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചന യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശുവ, ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ പകൽക്കാലം തുടങ്ങുമ്പോൾ അസാധാരണമായൊരു വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം യേശുവ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും. അവൻ പിതാവ് എന്ത് ചെയ്യും? അവൻ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ അവൻ നിങ്ങളെ കംഫോർട്ട് ചെയ്യുവാൻ, നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, ആമേൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ആമേൻ, നിങ്ങളുടെ ഹൃദയം സമാധാനമായിട്ടിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ആമേൻ സ്വസ്ഥമാക്കി തരുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുകളിലും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ പ്ലാനുകളെയും അറിയിക്കുവാൻ ആമേൻ, ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യസ്ഥനെ അയച്ചു തരും. ഹല്ലേലൂയ. യേശുവിനെ അറിയാമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ആമേൻ യേശു പോയി കഴിയുമ്പോൾ ആമേൻ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആമേൻ, ആമേൻ, ദുഃഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമേൻ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ കൺഫ്യൂഷനിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു വാക്ക് കൊടുത്തത്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തരുമെന്ന് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഈ വാഗ്ദത്തം ഇത് എനിക്കും നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു സാന്നിധ്യം മാത്രമല്ല. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ദുഃഖത്തിലിരിക്കുമ്പോൾ, പ്രയാസത്തിലിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്നവനാണ്. ആമേൻ. നമ്മളെ എപ്പോഴും ദൈവസ്നേഹത്തെ നമുക്ക് ഓർപ്പിച്ചു തരികയും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും അനുഭവങ്ങൾ തരികയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോൾ പകൽക്കാലം നിങ്ങൾ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ ആകുലപ്പെട്ട് നിൽക്കുക. ആമേൻ. എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അറിയാൻ മേലാതെ, അൺഷ്യൂറായിട്ട് ആമേൻ, ഒരു ഡയറക്ഷൻ അറിയാൻ മേലാതെ നിൽക്കുക. നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി തരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആമേൻ പ്രതീക്ഷിക്കാത്ത വാതിലുകളെ അവിടെ തുറന്നു തരാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. മനസ്സിനകത്ത് വലിയ സമാധാനം തരുവാൻ ഇടവരും. ആമേൻ. ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നോ മാറ്റർ ആമേൻ എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഹല്ലേലൂയ, ആമേൻ, ധൈര്യമായിട്ട് പരിശുദ്ധാത്മാവിൽ ട്രസ്റ്റ് ചെയ്യുക. ആമേൻ, ആമേൻ. നമ്മുടെ കംഫോർട്ടറായ, നമ്മുടെ കൗൺസിലറായ പരിശുദ്ധാത്മാവിൽ ട്രസ്റ്റ് ചെയ്യുക, ചോദിക്കുക, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ വേണ്ടുന്ന ബുദ്ധിയും വിവേകവും ജ്ഞാനവും ഒക്കെ തന്ന് നിങ്ങളെ കൊണ്ടുപോകും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആമേൻ കഴിവില്ലാത്തവരല്ല, ആമേൻ, ആമേൻ, നമുക്ക് സഹായകമില്ലാത്തവരല്ല. നമ്മുടെ കൂടെ എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ സഹായിക്കുവാൻ, നമുക്ക് ബുദ്ധി പറഞ്ഞു തരുവാൻ, നമുക്ക് ശക്തി തരുവാൻ, നമ്മളെ എല്ലാ തരത്തിലും ബലപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഓൺലി പ്രോബ്ലം, നമ്മളത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചലഞ്ച് വന്നാലും ആമേൻ, ആമേൻ, അതിനകത്തോട്ടങ്ങ് നിരാശപ്പെട്ട് തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് ചോദിച്ച് ആത്മശക്തി പ്രാപിച്ച് അതിനകത്ത് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. സഹോദരി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. മോനെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. സഹോദര, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. മാതാവേ, പിതാവേ, പരിശുദ്ധാത്മാവ് ഏറ്റവും
അടുത്ത് നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. ഭാര്യയല്ല, ഭർത്താവല്ല, കുഞ്ഞുങ്ങളല്ല, അപ്പനും അമ്മയുമല്ല, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പരിശുദ്ധാത്മാവ്. സോ സ്പീക്ക് ടു ഹിം. ഹല്ലേലൂയ. ദൈവാത്മാവുമായിട്ട് സംസാരിക്കുക. ആലോചനകൾ പ്രാപിക്കുക. ജയകരമായി മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഈ മാസം അൺബിലീവബിൾ ആയുള്ള ടെസ്റ്റിമണീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.